വിശുദ്ധ കന്യകമറിയാമിനെ കുറിച്ച് ആരോടും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ഒരു അമ്മ എന്നുള്ള ആ ഒരു മനോഭാവത്തോടെയാണ് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകൾ കന്യകമറിയാമിനോട് അടുക്കുന്നത്. അമ്മയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു കന്യകമറിയാമെന്ന് വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെതായ അനുഭവം തൻ്റെ ജീവിതത്തിൽ കൂടി പഠിപ്പിച്ച, അത് പ്രവർത്തനങ്ങളിൽ കൂടി ഇടപെടലുകളിൽ കൂടി പകർന്നു കൊടുത്ത ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടെ. കർത്താവിനെ സ്നേഹത്തിൻ്റെ അനുഭവം പഠിപ്പിച്ചത് കന്യകമറിയാമാണെന്ന് ഒരു ചിന്തകൻ പറയുന്നു. ദൈവപുത്രനാണ്, സ്നേഹത്തിൻ്റെ അനുഭവമാണ്. എങ്കിലും മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച കർത്താവ് എപ്പോഴും കൂടുതൽ ഇടപെട്ടത് അമ്മയോടെയാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെ അനുഭവം തൻ്റെ പുത്രൻ മനസ്സിലാക്കി അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ കൂടി. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, കുരിശിൽ കിടന്നുകൊണ്ട് പുത്രൻ തമ്പുരാൻ തൻ്റെ അമ്മയുടെ ചുമതല തൻ്റെ ഏറ്റവും സ്നേഹിതനായ യോഹന്നാൻ ശ്ലീഹായെ ഏൽപ്പിക്കും. അത് യോഹന്നാനെ അമ്മയുടെ ചുമതല ഏൽപ്പിക്കുകയല്ല, നേരെ തിരിച്ചാണ് അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ കാരണം, ശമരിയയിൽ കൂടി കർത്താവ് യെരുശലേമിലേക്ക് പോകുമ്പോൾ ശമരിയക്കാരായ ആളുകൾ കർത്താവിനെ സ്വീകരിക്കുന്നില്ല. ആ സമയത്ത് യോഹന്നാൻ ശ്ലീഹ ചെന്നിട്ട് പറയുകയാണ്, ഏലിയാവ് പണ്ട് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ഇവരെ അങ്ങ് നശിപ്പിച്ചാൽ എന്താ എന്ന് യോഹന്നാൻ ശ്ലീഹ കർത്താവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ ശ്ലീഹായെ കർത്താവ് ശാസിക്കുകയാണ്, ദൈവപുത്രൻ വന്നത് മനുഷ്യാത്മാക്കളെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാനായിട്ടാണ്. നീ എന്താത്മാവിലാണ് ഇത് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ യോഹന്നാൻ ശ്ലീഹായാണ് ലേഖനം എഴുതുമ്പോൾ ദൈവം സ്നേഹമാകുന്നുവെന്ന് ആവർത്തിച്ച് പറയുന്നത്. അത് പഠിപ്പിച്ചത് അമ്മയോടുകൂടെയുള്ള യോഹന്നാൻ്റെ പിന്നീടുള്ള ജീവിതമാണെന്ന് പറയുകയാണ്. എന്താണെങ്കിലും സ്നേഹത്തിൻ്റെ ഒരു അനുഭവം അമ്മയിലുണ്ടായിരുന്നു എന്നുള്ളത് അമ്മയുടെ ഓരോ ഇടപെടലുകൾ നമുക്ക് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ എവങ്കേലിയോൻ വായിച്ചപ്പോൾ നാം കണ്ടു, എലിസബത്തിൻ്റെ ആ സന്തോഷത്തിൽ, ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം മലനാടിൽ വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് പോകുന്ന ഒരു അമ്മ അവിടെ ചെന്ന് അവരോട് ചേർന്ന് താമസിക്കുകയാണ്. പ്രായമായി വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലിസബത്തിനോടൊപ്പം 3 മാസം പാർക്കുകയാണ്. ഗർഭകാലത്തിൻ്റെ അവസാന ആ മാസങ്ങളിൽ എലിസബത്തിനോട് ചേർന്ന് ഇരിക്കുവാനും എലിസബത്തിൽ നിന്ന് പലതും മനസ്സിലാക്കുവാനും ഒക്കെ, എലിസബത്തിനെ കരുതുവാനും ഒക്കെയുള്ള ഒരു മനോഭാവത്തോടെ നിലകൊള്ളുന്ന ഒരു അമ്മ. കാനാവിലെ കല്യാണ വിരുന്നിൽ നാം കാണുന്നുണ്ട്, അവിടെ വിരുന്നുകാരായി അവിടെ ചെന്നതാണ്. എന്നാൽ അവിടുത്തെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അവരുടെ ആ പ്രശ്നം സ്വന്തം പ്രശ്നമായി കണ്ട് അവരെ സഹായിക്കുവാൻ തക്കവണ്ണം പുത്രനെ ഏൽപ്പിക്കുന്ന ഒരു കന്യകമറിയാം. അമ്മയുടെ നിർദ്ദേശം അപ്പാടെ സ്വീകരിക്കുന്ന ഒരു പുത്രൻ തമ്പുരാനെയും അവിടെ കാണുവാനായിട്ട് സാധ്യമാണ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ അനുഭവം തൻ്റെ ജീവിതത്തിൽ കൂടി പകർന്നു കൊടുക്കുന്ന ആ ഒരു ജീവിതം നമുക്കും മാതൃകയാണ്. പലപ്പോഴും പലരുടെയും പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമല്ല, പലരുടെയും വേദന നമ്മുടെ വേദനയല്ലാതാകുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത പൂർണ്ണമാകത്തില്ല. അമ്മയുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുന്നുവെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ കുടുംബങ്ങളിലും കുടുംബത്തിന് വെളിയിലേക്കും ഇടവകയിലും ഇടവകയ്ക്ക് വെളിയിലേക്കും ഒക്കെ ഒഴുകേണ്ട അനുഭവമാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ വളരുവാനായിട്ട് അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ. ആരാധനയുടെ അനുഭവത്തിൽ ജീവിച്ച ഒരു ജീവിതമായിരുന്നു കന്യകമറിയാമിൻ്റെ.
രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഷീ എക്സ്പീരിയൻസ്ഡ് ദ എക്സ്പീരിയൻസ് ഓഫ് വർഷിപ്പ്. ആരാധനയുടെ അനുഭവത്തിൽ ജീവിച്ചതായ ഒരു ജീവിതം. കന്യകമറിയാമിൻ്റെ അടുക്കൽ മാലാഖ വന്ന് ദൂതറിയിക്കുമ്പോൾ അവിടെ പറയുന്നത് ആ ദൂത് കേട്ടിട്ട് ഭയപ്പെടുന്ന ഒരു മറിയാമിനെ കുറിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. അവൾ ആ വാക്ക് കേട്ട് ഭയപ്പെട്ടു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ സഖറിയാവിനോട് ദൂതറിയിക്കുന്നത് ഈ മാലാഖയെ തന്നെ കാണാം. അവിടെ ദൂതനെ കണ്ടിട്ട് സഖറിയ പുരോഹിതൻ ഭയപ്പെടുകയാണ്. പിതാക്കന്മാര് പറയുന്നത് കന്യകമറിയാമിന് മാലാഖയുടെ അനുഭവം, മാലാഖയുടെ സാന്നിധ്യം ഈ സന്ദർഭത്തിൽ മാത്രമല്ല മറ്റു പല സന്ദർഭങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാലാഖയുടെ സാന്നിധ്യം ദൈവ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. ആരാധനയുടെ അനുഭവത്തിൽ ജീവിച്ച കന്യകമറിയാം മാലാഖയുടെ സാന്നിധ്യം അനുഭവിച്ചിരുന്നു. വിശുദ്ധ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബ് ഒരു ദർശനം കാണുന്നു. ലൂസ് എന്ന് പറയുന്നതായ സ്ഥലത്ത് കിടന്നുറങ്ങുന്ന ഗോത്രപിതാവായ യാക്കോബ് സ്വർഗത്തോളം എത്തിയിരിക്കുന്ന ഒരു ഗോവണി കാണുകയാണ്. അതിൽ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. ഉറക്കമുണർന്നിട്ട് യാക്കോബ് പറയുന്നു, ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് തലയണയായി വെച്ച കല്ല് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബ്. ഈ ഒരു ദർശനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് കർത്താവ് നഥാനിയേലിനോട് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവിടെ നഥാനിയേലിനെ അവിടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതായ സമയത്ത്, അന്ത്രയോസ് കൊണ്ടുവരുന്നതായ സമയത്ത് കർത്താവ് നഥാനിയേലിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കാപട്യമില്ല. അപ്പോൾ നിക്കോദിമോസ് ചോദിക്കുന്നുണ്ട്, അങ്ങ് ഇവിടെ എപ്പോഴാണ് എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്? അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ അത്തിയുടെ ചുവട്ടിൽ നീ ഇരിക്കുമ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ നിക്കോദിമോസ് അവിടെ നഥാനിയേൽ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അത്തിയുടെ കീഴിൽ നീ ഇരിക്കുമ്പോൾ നിന്നെ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞതിൽ നീ അത്ഭുതപ്പെടേണ്ട, ഇതിനേക്കാൾ വലിയത് നീ കാണും. ദൈവപുത്രൻ്റെ അടുക്കൽ മാലാഖമാർ വരികയും പോവുകയും ചെയ്യുന്നത് നീ കാണുമെന്ന് അവനോട് പറയുകയാണ്. അവിടെ കർത്താവ് ഓർമ്മിപ്പിച്ചത് ആരാധനയുടെ അനുഭവമാണ്. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന അനുഭവം ആരാധനയുടെ അനുഭവമാണ്. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അതവരനുഭവിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവത്തിൽ ജീവിച്ചവളാണ് കന്യകമറിയാം. അതുകൊണ്ടാണ് ജീവിതത്തിൽ വാളിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ പതറിപ്പോകാതെ നിൽക്കുവാനായിട്ട് കന്യകമറിയാമിന് കഴിഞ്ഞത്. ദൈവത്തിൻ്റെ മാലാഖയുടെ ആ വചനിപ്പ് നടക്കുന്നതായ സന്ദർഭം മുതൽ അമ്മയുടെ ഈ ലോക ജീവിതം അവസാനിക്കുന്നവരെ നാം നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ പല രീതിയിലുള്ളതായ വേദനയുടെ അനുഭവം അമ്മയുടെ ജീവിതത്തിൽ കാണാം. തൻ്റെ ഏകജാതൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു മറിയാമിനെയും കാണാം. അവിടെ ഒന്നും ഒരു നിരാശയുടെ വാക്കുകളോ ഒരു കംപ്ലൈൻറ്റോ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന മറിയമ്മിനെ അല്ല കാണും. അതൊക്കെ യാതൊരു കംപ്ലൈൻറ്റും കൂടാതെ നല്ല മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു അമ്മ. അതാണ് കന്യകമറിയാമിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത. വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ്. പ്രശ്നമില്ലാത്തൊരു ജീവിതമല്ല ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് നൽകുന്നത്, വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നൊരനുഭവം, അത് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ചവിട്ടുപടികളായി അമ്മയും വിശുദ്ധന്മാരും കണ്ടിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിൽ
നമ്മുടെ രക്ഷകനായ മിശിഹാ തമ്പുരാൻ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ലോകത്തിൽ കഷ്ടമുണ്ട്. കഷ്ടമില്ല എന്നല്ല, കഷ്ടമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കർത്താവ്. ജീവിതത്തിലെ കഷ്ടതകളെ ഒക്കെ സന്തോഷമായി സ്വീകരിച്ച മിശിഹാ തമ്പുരാൻ കർത്താവിൻ്റെ മാതാവാണെങ്കിലും അപ്രകാരം ആ അനുഭവത്തിൽ ജീവിച്ചവളാണ്. വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം അതാണ് നമുക്ക് മാതൃകയാകുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ പല രീതിയിലുള്ളതായ പ്രതികൂലതകളും പല രീതിയിലുള്ളതായ വേദനകളും ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ അമ്മയെ മാതൃകയാക്കുവാനായിട്ട്, വിശുദ്ധന്മാരെ മാതൃകയാക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അവരുടെ ജീവിത മാതൃകകൾ പിൻപറ്റുമ്പോഴാണ് ഈ പെരുന്നാൾ മധ്യസ്ഥത പൂർണ്ണമാകുന്നത്. അപ്രകാരം പെരുന്നാൾ ആഘോഷിക്കുവാൻ, അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.